ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല, മറിച്ച് കേന്ദ്ര സർക്കാരാണെന്ന് കേരളം സുപ്രീം കോടതിയിൽ നിലപാടറിയിച്ചു. സംവരണത്തിന് അർഹരായ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുതുക്കുന്നില്ല എന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ്മൂലം നൽകിയത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നാണ് കേരളത്തിന്റെ വാദം. കേന്ദ്രം ഡേറ്റ ശേഖരിച്ച സാഹചര്യത്തിൽ പ്രത്യേകമായി സർവേ നടത്തേണ്ട എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതേസമയം കേന്ദ്രം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താൻ സഹായകരമല്ലെന്നും ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയെ അറിയിച്ചു. 102-ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം സംസ്ഥാനങ്ങളിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്നവരെ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. അക്കാര്യം സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് സത്യവാങ്മൂലം. സംവരണ പട്ടിക പരിഷ്കരിക്കുവാനുള്ള സാമൂഹിക സാമ്പത്തിക സർവേ പൂർത്തീകരിക്കാൻ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ പരാതി. ഇതിന് നൽകിയ മറുപടിയിലാണ് പ്രത്യേക ജാതി സർവേ സംസ്ഥാനം നടത്താത്തത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകിയത്. കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് 2011 സെൻസസിന്റെ ഭാഗമായി കേന്ദ്രം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്തുന്നതിന് 2022 കേന്ദ്ര സർക്കാരിനോട് സാമൂഹിക സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് 2011 സെൻസസിന്റെ ഭാഗമായി ശേഖരിച്ച ഡേറ്റ കൈമാറാൻ കേരളം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് കേരള സംസ്ഥാന പിന്നോക്ക കമ്മീഷൻ ചെയർമാന് കഴിഞ്ഞ വർഷം മെയിൽ റിപ്പോർട്ടിന്റെ പകർപ്പ് കേന്ദ്രം കൈമാറിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.